So, okay, good morning everyone. Good morning. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നമ്മൾ കുറച്ച് അധികം നാളായി കണ്ടിട്ടല്ലേ? അതെ. നിങ്ങളാരും പേരൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും പേരൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടിയിലോട്ട് പോകാം. വരൂ, നമുക്ക് കുറച്ച് ഫിസിക്സ് പഠിക്കാം. നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ എന്തായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. ആ ചാപ്റ്ററാണ് വർക്ക്, എനർജി ആൻഡ് പവർ. ഇവിടെ നിങ്ങൾക്ക് 3 ടേമുണ്ട്: വർക്ക്, എനർജി, പവർ. ആ 3 ടേമിനെ പറ്റി നമുക്ക് പഠിക്കണം. 3 എന്താണ് തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം നമുക്ക് പഠിക്കണം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് എന്താണെന്ന് പഠിക്കാം, അല്ലേ? പിന്നെ എന്താണ് തമ്മിലുള്ള റിലേഷൻ, എന്താണ് എനർജി, എന്താണ് ഫിസിക്കൽ മീനിങ് ഓഫ് വർക്ക്, എന്താണ് സയൻറ്റിഫിക് മീനിങ് ഓഫ് വർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓക്കെ, നമ്മൾ ഡെയിലി നമ്മുടെ ഒരു ദിനചര്യ ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, റെഡിയാവുന്നു, സ്കൂൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളിവിടെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ പഠിക്കാൻ നമുക്ക് എനർജി ആവശ്യമാണ്. നമ്മൾ ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, വീണ്ടും എനർജി കിട്ടുന്നുണ്ട്. പിന്നെ ഈവനിങ് ആവുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു, അല്ല വീട്ടിലോട്ട് പോകുന്നവരുണ്ട്, വീണ്ടും അവിടെ ചെന്നിട്ട് പഠിക്കുന്നവരുണ്ട്, കുറച്ച് നേരം കളിക്കുന്നവരുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, അല്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് എനർജി ആവശ്യമാണ്. നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഓരോ കാര്യത്തിനും ഞാനിന്ന് വർക്ക് ചെയ്യും, നമ്മളിന്ന് ഒരുപാട് വർക്കുണ്ട്, അതിനായിട്ട് നമ്മൾ ഒത്തിരി ടയേർഡായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാം എന്താ, എനർജിയുടെ കൺവേർഷനാണ് വർക്ക്. പക്ഷേ നമ്മൾ സയൻറ്റിഫിക് വേൾഡിലോട്ട് വരുമ്പോൾ, നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ആ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് എന്നുള്ളതിന് കുറച്ചും കൂടെ നല്ലൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റും, അല്ലേ? നമ്മൾ സയൻസിൻ്റെ ഇതിൽ പറയുമ്പം, ഞാൻ ഒരു ബോഡിയിലോട്ടൊരു ഫോഴ്സ് കൊടുത്തു. ഞാനൊരു ബോഡി ഒന്നെങ്കിൽ പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്നു. ഇവിടെ നിന്നെങ്കിലും ഒരു ഫോഴ്സ് ആ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോയെന്നോ? ആ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോഴാണ് അതിനെ വർക്ക് എന്ന് പറയാൻ പറ്റും. അങ്ങനെ നയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വർക്ക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഓഫ് വർക്ക് W is defined as dot product of force and displacement. So work is dot product of force and displacement. അതിന് വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ബോഡി. This is my object with a mass m. So I am applying a force at this point with force F. So it has a displacement dr in this direction. Angle between them is theta. This is our condition. So what is work done? Work done is F dot ds. Clear? Dot means dot product. That you already studied. What is dot product and what is cross product. Vector you already know, right? So work done I am defining as dot product of force and displacement. ഒരൊറ്റ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞു നിർത്തുന്നു, വർക്ക് ഡൺ ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമ്മൾ എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, എന്താണ് ഈ ഫോഴ്സ്, എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ്, എന്താണ് അതിൻ്റെ മീനിങ്, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് വേണം ഓരോ കാര്യങ്ങളിലോട്ട് മുന്നേറാൻ, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മൾ ആദ്യം ഈ ഫോഴ്സിനെ, ഈ വർക്കിനെ എനിക്കിങ്ങനെ എഴുതാമല്ലോ, F ds cos theta. ഇതൊരു സ്മാൾ വർക്ക് ഡൺ ആണ്. സ്മാൾ വർക്ക് ഡൺ dw is equal to F ds cos theta. So from here I am splitting. I can write this into 2 parts. dwi is equal to F cos theta into ds. F cos theta into ds. Same thing I can write dw is equal to F ds cos theta. ds cos theta. ഞാനത് നിറയെ ചെയ്തോട്ടെ. F ds cos theta. So same expression I write in a 2 form. F cos theta ds, F ds cos theta. What is this meaning? Right? This meaning, that is important.
സോ എഫ് കോസ് തീറ്റ. ഡി എസ് എന്താണ്? ഡി എസ് ജനറലി ഡി എസ് ഈസ് ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റില്ലല്ലേ. സോ ഡി എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോയിന്റ് where force is acting. So dr is a displacement of the particular point. ഞാൻ ആ ബോഡിയുടെ മുകളിൽ ഫുള്ള് വേണമെന്ന് പറയുന്നില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പോയിന്റ് വെയർ ഫോഴ്സ് ഈസ് ആക്ടിങ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജനറൽ സ്കൂൾ ഡെഫിനിഷന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും പറയാറില്ല. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഡി എസ്. അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് സ്പെസിഫൈ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഒരു എൻട്രൻസ് എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി, നമ്മൾ JEE പോലുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഡി എസ് എന്താണെന്ന് നമ്മുടെ മൈൻഡിൽ കറക്റ്റായിട്ട് വേണം. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഇതിനെ ഫസ്റ്റ് എക്സ്പ്ലെയിൻ. എഫ് കോസ് തീറ്റ ഡി എസ്. വാട്ട് യു മീൻ ബൈ കോസ് കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ? നമ്മളതിനെ പ്രൊജക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ വെക്ടറിനെ രണ്ട് കമ്പോണൻ്റ് ആക്കാം, കോസ് കമ്പോണൻറ്റ്, സൈൻ കമ്പോണൻറ്റ്. ആ കോസ് കമ്പോണൻ്റ് എടുക്കുമ്പം ആ പ്രൊജക്ഷൻ ഓഫ് ദാറ്റ് വെക്റ്റർ ഇൻ ദാറ്റ് ഡയറക്ഷൻ ഓർ എഫക്റ്റ് ഓഫ് ദാറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ, റൈറ്റ്? അപ്പോൾ ഞാനിവിടെ DW എഫ് കോസ് തീറ്റ ഡി എസ്. ഈ പിക്ചർ നോക്കിയേ, ഈ പിക്ചർ നോക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ടല്ലോ അല്ലേ? ഇദ്ദേഹം കാണാൻ പറ്റുന്നത് ഡി എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദിസ് ഡയറക്ഷൻ അലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. എഫ് കോസ് തീറ്റ, കോസ് കമ്പോണൻറ്റ് ഓഫ് ദിസ് ഫോഴ്സ് along this direction, right? This direction only F cos theta will come, right? So F cos theta is along this direction. ഈ yellow കൊണ്ട് മാർക്ക് ചെയ്തു അല്ലേ? So our work done is defined as displacement is product of force along the direction of displacement. Product of force along the direction of displacement and its displacement. Clear ആണോ? Force along the direction of displacement and product of force along the displacement into displacement. ഫസ്റ്റ് മെത്തേഡ് ക്ലിയർ ആണോ? ഇത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. രണ്ട് മെത്തേഡിൽ ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ചില സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് രീതി ചെയ്താൽ ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ ആ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇതാണല്ലോ. ഇതെന്താണ്? കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് along the direction of displacement. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് ചെയ്ത് നോക്കിയാലോ. രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ DW അതായത് വർക്ക് ഡൺ ഇസ് ഡിഫൈൻഡ് ആസ് എഫ് ഡി എസ് കോസ് തീറ്റ. ഇവിടെ DS കോസ് തീറ്റ എന്നാണ് എഴുതി അല്ലേ? സോ നമുക്ക് എന്താണ് DS കോസ് തീറ്റ എന്ന് മീൻ ചെയ്യുന്നതെന്നോ? ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് നോക്കേണ്ടത് DW is equal to F DS cos theta. So what do you mean by DS cos theta? DS means displacement. DS cos theta means displacement along the direction of force. സോ അവരുടെ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ക്ലിയർ? ഫസ്റ്റ് ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, സെക്കൻഡ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. രണ്ടും ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമുക്കൊരു സെമി സർക്കുലർ ട്രാക്ക് ഉണ്ട്. ആ സെമി സർക്കുലർ ട്രാക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ട്രാക്കിൻ്റെ റേഡിയസ് R ആണ്. ഫോഴ്സ് ഓൾവേസ് ആക്ടിങ് ടാൻജൻഷ്യൽ. ഫോഴ്സ് ഓൾവേസ് ആക്ടിങ് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ. ക്ലിയർ ആണല്ലോ? എപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ടാൻജൻഷ്യൽ അല്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പം എനിക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഫൈൻഡ്
work done. What I have to find? I have to find work. Work done ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതാണ് എൻ്റെ ഇനിഷ്യൽ ഇത് ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫൈനൽ പോയിന്റുമാണ്. അപ്പോൾ എനിക്കിവിടെ വർക്കാണ് കണ്ടുപിടിച്ചത്. വർക്ക് ഡൺ എന്താണ്? നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചു. ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഈ പോയിന്റ് ഇവിടെ വരുന്നത്. ഇതാണ് ഇതിന്റെ ഈ പോയിന്റിന്റെ ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രയാങ്കിൾ ഒക്കെ ഫോം ചെയ്തിട്ട് ഈ ഫോഴ്സിന്റെ കോസ് കമ്പോണന്റ് എടുത്ത് ഇതിനകത്ത് കണ്ടുപിടിച്ചു. സെക്കൻഡ് മെത്തേഡ് എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നു. കാരണം ഫോഴ്സ് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ds cos theta. ds cos theta means displacement along the direction of force. Displacement along direction of force. ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ പോയിന്റ് ഓഫ് ഒബ്ജക്റ്റ്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതാണ് നമുക്കിവിടെ നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ എന്താണ്? ബോഡി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്നു. ഈ ഡിസ്റ്റൻസ് എന്താണ്? r അല്ലേ, റേഡിയസ് അല്ലേ? അപ്പോൾ എനിക്കിവിടെ സിമ്പിളായിട്ട് വർക്ക് ഡൺ F ഇൻറ്റു r എന്ന് എഴുതാമല്ലോ. സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദിസ് കേസ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? എങ്ങനെയാണ് ഡയറക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത്, എന്താണ് ds വെക്റ്റർ എന്നത് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. എന്താണ് ds cos theta അല്ലെങ്കിൽ f cos theta എന്ന് മീൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് പറയാറുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ നമ്മൾ പോകാറില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇത്രയും പെട്ടെന്ന് തിങ്ക് ചെയ്ത് ആൻസർ എത്തിക്കാനാണ് നോക്കുന്നത്, അല്ലേ? ds cos theta. ds cos theta മീൻസ് ഇവിടെ ആംഗിൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആംഗിൾ കണ്ടുപിടിച്ച് ചെയ്യാം. ഇതൊക്കെ ആംഗിളൊക്കെ ഫോം ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. 2, 3, 4, 5 മിനിറ്റ് എടുക്കും. ഇതൊന്നും വേണ്ട. ds cos theta എന്താ? ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഫോഴ്സിന്റെ ds cos theta, ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? r ആണ്, റേഡിയസ് r ആണ്, അല്ലേ? പക്ഷേ ഈ കേസ് മാറും. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറിയാൽ വേറൊരു കേസാണ്. അപ്പം എന്താണ്? വേറെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ, അല്ലേ? അങ്ങനെയാണ് ഓരോ കേസിനനുസരിച്ചാണ് നമ്മൾ പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം.